ഇടുന്ന എഫേർട്ട് പോലും ശരിക്കും നമുക്ക് എല്ലാവർക്കും പുതിയതായിരുന്നു അല്ലേ? ഇതിന്റെ പ്രോസസ്സ് തന്നെ എല്ലാവർക്കും പുതിയതായിരുന്നു. പൈസ വേണ്ട അല്ലെങ്കിൽ പൈസ നമുക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ നമ്മുടെ ഒരു കരിയറും ലോഞ്ചിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ഒരു നല്ലൊരു പടത്തിന് ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏത് സിനിമയ്ക്കാണെങ്കിലും വിശാഖ് ഇതേ എഫേർട്ട് തന്നെ ഇടും ആ സിനിമയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ. നമ്മളൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം ടോം ക്രൂസ്. ചില സീൻസിലൊക്കെ എക്സൈറ്റഡ്, പക്ഷെ കൂടുതൽ ഏറ്റവും കൂടുതൽ നെർവസ്നെസ് ആയിരുന്നു. ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്? ഐ ബിലീവ് ദ ടീം. നോട്ട്ബുക്ക് ഒക്കെ ആയിട്ട് വന്നിരുന്നു. അത് കറക്റ്റ് ഇന്ന കളറിലുള്ള ഇന്ന ടെക്സ്ചറിലുള്ള കുറച്ച് ഓവർസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ വെയർ അടക്കം എല്ലാം ഇത് നമ്മൾ കോസ്റ്റ്യൂംസ് ട്രയൽ നോക്കിയപ്പോൾ അത് മാറി 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 ട്രൈ ചെയ്ത് പല പല ലുക്സിലേക്ക് എത്തിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വിശാഖിനെ ആദ്യമായിട്ട് ഈ ഫിലിമിലേക്ക് വിളിക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇത് സ്പെഷ്യലി ഇദ്ദേഹത്തിൻ്റെയൊക്കെ പടമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അല്ല പിന്നെ പോയി ഇതാണ് ഇങ്ങനത്തെ ഒരു സിനിമയാണ്, ഫൗണ്ട് ഫുട്ടേജ് ഫിലിമാണ് എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് തോന്നി. കാരണം മലയാളത്തിൽ അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല. അപ്പം അതിൽ 3 ക്യാരക്ടേഴ്സ് ഉള്ളൂ, അതിൽ ഒരാളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. ഒന്നാവട്ടെ അപ്പോൾ ഇപ്പൊ ഇതിലേക്ക് ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഭയങ്കര പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. എന്നാ നല്ല പണി എടുപ്പിക്കും ചെയ്യും. കഥ കേട്ടിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടല്ലേ നമ്മള് ഇത് ചെയ്യാൻ തുടങ്ങണത്. ഞാൻ അതുകൊണ്ടല്ലോ വിശാഖ് ബാക്കിയുള്ള പുറത്ത് ഏത് പടത്തിലും അഭിനയിച്ചതിലും കൂടുതൽ പേയ്മെന്റ് കിട്ടും, 100% ഭയങ്കര പേയ്മെന്റ് കിട്ടുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ പക്ഷെ ഈ ഫിലിമിൽ പടത്തിൻ്റെ ഇത് മനസ്സിലാക്കി ഇത് വളരെ അടിപൊളിയായിട്ട് ചെയ്യണം. ഭയങ്കര എനിക്ക് തോന്നുന്നത് നമ്മുടെ പടത്തിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ഫിസിക്കലി വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫിസിക്കലി ഫിറ്റായി അതിനുവേണ്ടി ട്രെയിനിങ്ങിന് വരുന്നു. അപ്പോൾ വിശാഖന് എന്തൊക്കെയാ തോന്നിയെന്നുള്ളതാണ്. അല്ല അതാ പടം അടിപൊളിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം അതായിരുന്നു അൾട്ടിമേറ്റ്ലി. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് ആ പോയിന്റിൽ നമ്മൾ ആലോചിക്കും. പക്ഷെ എന്നാലും ഇറ്റ്സ് ഒരു ട്രേഡ് ഓഫ് ആണല്ലോ. ചിലതൊക്കെ നമ്മൾ മറ്റേ പൈസ വേണ്ട അല്ലെങ്കിൽ പൈസ നമുക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ നമ്മുടെ ഒരു കരിയറും ലോഞ്ചിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ഒരു നല്ലൊരു പടത്തിന് ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പൈസ പെന്നെയാണെങ്കിലും ഉണ്ടാക്കാം. ആക്ച്വലി ആ കാര്യത്തിൽ എനിക്ക് വിശാഖനോട് ഭയങ്കര ഹാപ്പിയായി. കാരണം എല്ലാ ആക്ടേഴ്സും ഈ പൈസ എന്നുള്ള ഫാക്ടറി പിടിക്കുന്ന സമയത്ത് എല്ലാവരും അല്ലോട്ട് ഞാൻ പറഞ്ഞു, ചില ആൾക്കാരെങ്കിലും ചേച്ചിനാണ് അതാ പറയണത് കേട്ടോ, ചില ആൾക്കാരെന്നൊക്കെ പ്രോജക്റ്റിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഈ പടം ഞാൻ ചെയ്യണം എന്ന് തീരുമാനിച്ച വിശാഖന്റെ ഇതുണ്ടല്ലോ ഗൈഡ്സ്, അത് ഭയങ്കര അടിപൊളി. താങ്ക് യു. പക്ഷെ ഐ തിങ്ക് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമില്ലേ. അത് മാത്രമല്ല എനിക്ക് വിശാഖ് എന്നൊരു ആക്ടറെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി ഏത് സിനിമയ്ക്കാണെങ്കിലും വിശാഖ് ഇതേ എഫേർട്ട് തന്നെ ഇടും ആ സിനിമയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അല്ലേ. അത് എനിക്ക് തോന്നുന്നു നമ്മുടേതല്ല വേറൊരു സിനിമയാണെങ്കിൽ പോലും ആ സിനിമ നന്നാവോ ഇല്ലയോ എന്നുള്ളൊരു ബേസിസിൽ എന്നാ ഇതിന് കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ആക്ടറേ അല്ല വിശാഖ്. എക്സിറ്റിനും വിശാഖ് നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമയാണ് അത്. പോസ്റ്റേഴ്സ് അല്ല അതിന്റെ വീഡിയോസ് നമ്മൾ കാണുമ്പോഴാണെങ്കിലും ഒരാളും റെഡി ആവാത്ത കാര്യമാണ്. പച്ചമാംസമൊക്കെ കഴിച്ച് ആണ് എന്ന് പറയുന്നു. ഞാൻ കണ്ടത് തിയേറ്ററിൽ ഒരു കാലം മരിച്ച് ചെയ്തേക്കാണ്. അത്രയും ഫുൾ ഫിലിം ആ ക്യാരക്ടർ ഫുൾ ടൈം അങ്ങനെ ഫുൾ സിനിമയിൽ അങ്ങനെ നടക്കാനും അങ്ങനെ ബിഹേവ് ചെയ്യാനും ചില്ലറ എഫേർട്ടല്ല. പക്ഷെ അതെ എല്ലാ പടത്തിലും നമുക്ക് അത് അങ്ങനെ പുഷ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടില്ല, സ്പേസ് നമുക്ക് കിട്ടില്ല. എക്സാക്ട്ലി. പക്ഷെ ഇതിൽ പക്ഷെ നമുക്ക് ഇപ്പോൾ സൈജുവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഷെബുവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവരുടെയും സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു വളരെ കംഫർട്ടബിൾ എൻവയൺമെൻറ്റ് ഉണ്ടാക്കി തരുമ്പോഴാണ് നമുക്ക് എന്നാൽ ശരി ഓക്കെ ഇതിൽ നമുക്ക് ഫുൾ ഓൺ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കും കിട്ടുന്നത്. വിശാഖ് ഇപ്പം നമ്മുടെ സിനിമയില് നമ്മൾ ഇത് POV കുറേ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. വിശാഖ് അപ്പം ഞാൻ ആക്ഷൻ സീക്വൻസ് നമ്മൾ ആക്ഷൻ കോറിയോഗ്രാഫറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കി, ക്യാമറ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കി. പക്ഷേ വിശാഖ് പറയും ചേട്ടാ ഞാൻ തന്നെ ചെയ്തു തരാം. ഞാൻ പറഞ്ഞ എടാ കൈയും കാലൊക്കെ പൊട്ടും, മുട്ട് പൊട്ടും. നമ്മളന്നവിടെ ക്ലൈമാക്സ് ആ ഏരിയ ചെയ്യുന്ന സമയത്ത് മുട്ടിങ്ങനെ പൊട്ടിയിട്ട് അതാ പൊട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കോ എന്നിട്ട് വീണ്ടും ഷോട്ട് അല്ല ഞാൻ നോക്കുമ്പോ മൂപ്പര് ഇവിടെ ഇങ്ങനെ അത്രയും പോയിട്ടുണ്ട് തൊലിയൊക്കെ. പക്ഷെ പിന്നെ അത് ചെയ്യുമ്പോൾ വീണ്ടും മുട്ടുകുത്തി അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവിടെയാണ് ഈ ചരലുമാണ്. അപ്പം എന്നാലും ചെയ്യാന്ന് പറയണം.
പിന്നെ പുള്ളി തന്നെ വാങ്ങിച്ചോണ്ട് പോയി ക്യാമറ. ഞാൻ തന്നെ എന്നിട്ട് മൂപ്പര് തന്നെ ചെയ്തതാണ് നോക്കിയിട്ട്. നമ്മുടെ ബിഹൈൻഡ് ദ സീൻസിലും ഫോട്ടോസിലൊക്കെ ഉണ്ട്. ഞാൻ മറന്നുപോയി അത്. കഴിഞ്ഞ ദിവസം ഇരുന്ന് പഴയ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ഇർഫാനാണ് അതൊക്കെ ചെയ്തിരുന്നത്. ആദ്യത്തെ 3, 4 ആക്ഷൻ കൊറിയോഗ്രാഫർ തന്നെയാണ് അതിന്റെ ഇതെല്ലാം ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അതൊന്നും നന്നാക്കി ചെയ്ത് തന്നു നമുക്ക് വിശാഖ്. ഇത്രയും ഒരു ക്യാമറ റിഗ് ചെയ്യാൻ വലിയ എഫേർട്ട് ഇല്ല, പക്ഷെ ഈ ഫിലിം ക്യാമറ റിഗ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു. നമ്മളൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം ടോം ക്രൂസ് എന്ന് പറഞ്ഞു. ചില സീൻസിലൊക്കെ ഹാർനസ് കട്ട് ചെയ്ത് കളാ, ഞാൻ ചാടാൻ റെഡി. ഇതെന്താണ് എനിക്ക് ഓർമ്മയുണ്ട് ഒരു സീനില് വിശാഖ് മറ്റേ നമ്മളിങ്ങനെ റോപ്പ് ഇട്ടിട്ടുണ്ട് സേഫ്റ്റിക്ക്. പക്ഷെ മൂപ്പർക്ക് പുള്ളിക്ക് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. ഒച്ചപ്പാടുണ്ടാക്കിയത് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ അവിടുന്ന് പ്രൊട്ടക്ഷൻ പറഞ്ഞു, ഇല്ല അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, വിശാഖ് വീഴുന്നു. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളൂ. പക്ഷെ അത് പാറയുടെ മുകളിൽ നിന്നാട്ടോ. ചെറിയൊരു ക്യാമറയ്ക്ക് കേട് പറ്റാതെ വീഴുമ്പോ അതാണ് ചേച്ചി പറഞ്ഞ, വീഴുമ്പോ ക്യാമറയും വിശാഖും ചിലപ്പോ വയറ് പിടിച്ചോണ്ടിരിക്കുന്ന ആളൊക്കെ പോരുന്നായിരുന്നു. എനിക്ക് മനസ്സിലായത് ക്യാമറ സേഫ് ആയിട്ട് വെക്കണം എന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഭയങ്കര ചലഞ്ചസ് എടുക്കുന്ന ആളാണ്. ചലഞ്ചസിനേക്കാൾ എനിക്കതിൽ വിശാഖിന് സിനിമ എന്നുള്ള ആർട്ടിനോടുള്ളൊരു ഭയങ്കര ഇഷ്ടം. നമുക്ക് എപ്പോഴും നമ്മൾ കഥകൾ പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുക. അതായത് എനിക്ക് തോന്നുന്നു ആ സിനിമയോടുള്ളൊരു ഭയങ്കര അഭിനിവേശനുണ്ട്. നമ്മളെല്ലാവരും ബ്ലെസ്ഡ് ആണല്ലോ ആ കാര്യത്തിൽ. ഇങ്ങനെ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു റോളാണ് നമുക്ക് ഒരു സിനിമയിൽ ഒരു മോങ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു പടം പിടിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, എഴുതുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളതിന് ഒരു നീതി പുലർത്തണ്ടേ. വിശാഖ് ഒരു എഴുത്തുകാരനും കൂടെ ഉണ്ടോ? ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ അറിഞ്ഞായിരുന്നു. ഇങ്ങനെ പരസ്യത്തേക്ക് അങ്ങനെ പോകുന്നുണ്ട്. പല ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളടുത്തൊന്നും നിങ്ങൾക്ക് കഥ പറഞ്ഞിട്ടില്ല ഇവരോട്ട്. അതാ പക്ഷെ നമുക്ക് അതുകൊണ്ട് ഈസി ആയിരുന്നല്ലേ. തമിഴിന്ന് വലിയ വലിയ ആക്ടേഴ്സിനെ ആക്ട്രസിനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു സ്വപ്നം. ലെറ്റ്സ് സീ, ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. വിശാഖിന്റെ ഒരു ഫിസിക്കൽ എന്താ പറയാ എഫേർട്ടിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് ഗായത്രിയുടെ കേട്ടോ. അതിനോടൊപ്പം പറയേണ്ടതാണ് ചേച്ചിയുടേതും. സത്യമായിട്ടും ഇവരെ രണ്ടുപേരെ വെച്ച് ചേച്ചിക്ക് കുറവ് എവിടെയൊക്കെയോ എനിക്ക് അത്രയും ഒരു സ്ട്രെയിൻ വേണ്ടി വന്നിട്ടില്ല. ഗായത്രിന്റെ ടൈമിംഗ് ആണല്ലേ, ഗംഭീര ടൈമിംഗ്. അതായത് ചില സ്ഥലത്ത് ക്യാമറയുടെ ബാക്കിൽ വരണം, ക്യാമറ ടൈമില് പുള്ളിക്കാരത്തി വന്നത് വാങ്ങിച്ചോണ്ട് പോയി. പിന്നെ ആ പരിപാടി കഴിഞ്ഞ് വീണ്ടും അത് അവിടെ വെച്ചിട്ട് അഭിനയിക്കാൻ വരും. അത് ടൈമിങ് ഒരു സ്ഥലത്തും ഗായത്രി അത് ഒരു കുറെ ടേക്ക് ഉണ്ടെങ്കിലും എല്ലാത്തിലും ഗായത്രിന്റെ ആ ടൈമിങ് എപ്പോഴും ഓക്കെ ആയിരുന്നു. ആ ഏരിയ ഒരു രീതിയിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഗംഭീര. ഈവൻ നമ്മുടെ DOP ഷിനോസ് എപ്പോഴും പറയുന്നത് പുള്ളിക്കാരത്ത് ആ ഏരിയ പേടിക്കേണ്ട ആവശ്യമില്ല, ബാക്കി നമ്മൾ പിടിച്ചാൽ മതി. പിന്നെ പറഞ്ഞില്ല അവിടെ നമ്മുടെ പല സീനുകളിലും സ്ക്രാച്ചസും എന്താണ് ഹെയർ കേളി ഹെയർ ആണ്, അത് ഫുൾ ചെളിയാവും. എന്നും രാത്രി വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ വന്ന് എന്തൊരു കാഴ്ച മുടിയില് ഫുൾ ഞാനൊക്കെ സഹിച്ചിട്ട് വരും. എന്റെ പൊന്നെ ഗായത്രി ഓരോ വലിച്ചു പറിച്ചു മൊത്തം പറഞ്ഞു. ഗായത്രിക്ക് പടത്തിലെ ഏത് സീനാണ് ഏറ്റവും ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്? സത്യം പറയണേ, എനിക്ക് എല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര മെന്റലിയും ഓൾസോ ഭയങ്കര ടഫായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട്. ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഐ വാസ് വെരി എക്സൈറ്റഡ്. പക്ഷെ ഏറ്റവും കൂടുതൽ നെർവസ്നെസ് ആയിരുന്നു. ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഐ ബിലീവ് ദ ടീം, പക്ഷെ എന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പം അത് ആൻഡ് ടേക്സ് പോകുമ്പോൾ ഒക്കെ എൻ്റെ മറ്റേ കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോകും. അപ്പം ഞാനിങ്ങനെ ഇരിക്കും, ഇടക്ക് വന്ന് കരയും, ഇടക്ക് വന്ന് വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ
രാത്രി മോളെ നന്നായി ചെയ്യണോട്ടാണ് ഒരൊറ്റ കാര്യത്തില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നമ്മൾ എന്തെങ്കിലും ചെയ്തു. ഞാൻ ഒരു പ്രാവശ്യം ഷെബുവിനെ കെട്ടിപ്പിടിച്ച കാര്യം ഷെബു ഇറ്റ്സ് ഓക്കെ സാരില്ല അല്ല ആള് പേടിച്ചു പോയി. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഞാൻ എന്തെങ്കിലും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് അതായത് നമ്മളെ വർക്ക്ഷോപ്പ് സമയത്ത് ആദ്യത്തെ ദിവസം മഞ്ചേരി ജോയിൻ ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതെങ്ങനെയാണിത്, ഫുട്ടേജ് ഓണറാണ്, അതെങ്ങനെ ചെയ്യും, അതിലെന്തൊക്കെയാണ് ഇവര് ചെയ്യേണ്ടത്, പിന്നെ കഥ ഒന്നുകൂടി നമ്മൾ നരേറ്റ് ചെയ്ത് ഓരോ സീനിലും എന്തൊക്കെ സംഭവിക്കുന്നത്. ഇവർ രണ്ടുപേരും നോട്ട്ബുക്കൊക്കെ ആയിട്ട് വന്നിരുന്നു. ഞങ്ങള് പണി കളി എന്റെ ഇവര് ഓക്കെ ആ സത്യം ഇടും. നമ്മളിങ്ങനെ ഇവര് അതായത് ഈ ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയ സ്ഥലത്ത് തീരുവ സിനിമ, പക്ഷെ ഈ മുമ്പ് അവരെന്തായിരുന്നു, അവരുടെ ഒരു ഇഷ്ടമുള്ള കളറ്, ഇഷ്ടമുള്ള സിനിമകൾ എന്താ, ഇങ്ങനത്തെ എഴുതിയെടുത്തോണ്ട് പോവാ. ഞാൻ പഠിച്ചു നമ്മളപ്പം പോയി കഴിഞ്ഞപ്പോ നമുക്ക് പണി കിട്ടുമല്ലോ. അത്രയും അതാണ് പിന്നെ അത് മാറ്റിയത് വേണ്ടെന്ന് വെച്ചാൽ റിഹേഴ്സലായി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പക്ഷെ അത്രയും എല്ലാം ഈവൻ ഞാൻ തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും എല്ലാം ഇരുന്ന് എഴുതിയെടുത്ത് ആലോചിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ? ഡെഫിനറ്റ്ലി അത് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലല്ലേ. ആക്ച്വലി നമ്മുടെ പടമൊക്കെ ഒരു ഓൾമോസ്റ്റ് ഇവരുടെ ലൈഫിലേക്ക് നമ്മളൊന്ന് ഒളിഞ്ഞു നോക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ മാക്സിമം എത്ര നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എനിക്ക് ആ സമയത്ത് ഞാൻ മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ നമ്മൾ പടത്തില് ഇവരുടെ വാൾപേപ്പർ മോണിറ്ററിൽ ഇട്ടിട്ടുണ്ട്. അത് പക്ഷെ അത് ആ ഫോട്ടോയും പിന്നെ മഞ്ചേച്ചിന്റെ നമ്മൾ ലുക്ക് എടുത്തില്ലേ, അത് രണ്ടും അതേപോലെ സിനിമ വരണമായിരുന്നു. നമ്മളത് ഓർക്കണ്ട, ഇതുപോലെയൊക്കെ വരുമായിരിക്കും ചേച്ചി ചേച്ചി അതുപോലെയൊക്കെ വന്നത് ഒരു ഭയങ്കര. സൈജുവിന് അങ്ങനെ ഇത്ര പേഷ്യൻസ് തന്നെയല്ല, എക്സ്ട്രീം. സൈജുവിനെ ഭയങ്കര നമ്മളിങ്ങനെ എന്തിനാലും ലോകം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും പുള്ളി ഒരു ദിവസം എന്തോ പ്രശ്നം ഉണ്ടായി മറ്റേ ഷൂട്ടിനിടയിൽ. നൈറ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം, എന്തോ പ്രശ്നം, ക്യാമറ വരാൻ എന്തോ ലേറ്റ് എന്തൊക്കെയോ സംഭവിച്ചു. മറ്റേ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും സൈഡിൽ മറ്റേ ഇർഫാനും ഗായത്രിയും ഞാനും ഷബ്നയൊക്കെ മാറി നിന്ന് ഞങ്ങളെന്തോ തമാശ കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ഒരാളങ്ങ് ദൂരെ നിന്ന് പതുക്കെ നടന്നു, അതെ അവിടെ നാട്ടി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മഹാബോറ മറന്നുപോയി. ഏറ്റവും വലിയൊരു ദേഷ്യാണ് കാണിച്ചു പോയത്. ഞങ്ങളിങ്ങനെ അവിടെ തല്ലാണോ നടക്കണം. പക്ഷെ അത് കേൾക്കുമ്പോ നമുക്ക് മറ്റേ ഒരു വിഷമാണ്. ഇങ്ങനെ ഞങ്ങൾ നമുക്കൊരു അതെന്തൊരു അന്ന് ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് ക്യാമറ നിലത്ത് വീണ് അതിന്റെ ഹുഡ് പൊട്ടി. അപ്പൊ അവർക്ക് പേടിയായി. അവര് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് എന്താണ് പ്രൊഡ്യൂസർ സൈൻ ചെയ്ത് തരാണ്ട് നമുക്കിത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവിടുന്ന് ആർക്ക് റേഞ്ച് ഇല്ല. ഇപ്പം ബിനീഷിനെ വിളിക്കാനോ അല്ലെങ്കിൽ ആരെ വിളിക്കാനാണെങ്കിലും നമുക്ക് അവിടെ ഒരു ആള് നടന്നു പോയി എത്രയോ ദൂരം പോയി നടന്നിട്ട് വരണം, തിരിച്ചു വരണം. അപ്പൊ എല്ലാരും എന്റെ കാട്ടിൽ പേടിച്ച് ഇങ്ങനെ ഇരിക്കണം, ഇരുട്ടത്താണ്. അപ്പൊ അങ്ങനെ ആ സമയത്തായിരിക്കും നമ്മളൊക്കെ അവിടെ ഭയങ്കര അതിന്റെ ഇടയില് ബ്രേക്ക് കിട്ടിയെന്ന് പറഞ്ഞ കുറെ പേര്. പിന്നെ ഇവളുണ്ടെങ്കിൽ ഇവളുടെ വട്ടം ചൂടി എല്ലാരും വട്ടം ചുറ്റി ഇരിക്കല്ലേ. മഹാബോറാണ്. ചേച്ചിയുടെ ഈ ലുക്ക് എങ്ങനെയാണ് ഫിഗർ ഔട്ട് ചെയ്തത്? നമ്മുടെ ഈ പടത്തിലുള്ള ലുക്ക് അതിലേക്ക് എങ്ങനെ എത്തിയേ? കംപ്ലീറ്റ്ലി സൈജുവിന്റെയും ഷെബുവിന്റെയും മനസ്സിലുള്ള വിഷ്വൽ തന്നെയാണ്. അത് കറക്റ്റ് ഇന്ന കളറിലുള്ള ഇന്ന ടെക്സ്ചറിലുള്ള കുറച്ച് ഓവർസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ വെയർ അടക്കം എല്ലാം കോസ്റ്റ്യൂംസ് ട്രയൽ മാറി 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 ട്രൈ ചെയ്ത് പല പല ലുക്സിലേക്ക് എത്തിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് ഒരു കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അത് എന്നിട്ട് സെമീറ ദുബായിൽ നിന്ന് സാറയിൽ നിന്ന് ആളെ അയച്ചു കൊടുത്തു. സാറയിൽ കിട്ടും, അവിടുന്ന് വാങ്ങിയിട്ട് വരണം. എന്നിട്ട് അവിടുന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോഴത്തേനും ഭയങ്കര പ്രശ്നം. എനിക്ക് ആ കളർ കിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ നമ്മള് ചേച്ചിയുടെ ഇപ്പൊ വന്നു വരുന്നല്ലാണ്ട് വേറൊരെണ്ണം ഓർമ്മയുണ്ടോ? ഒരു ചുരുടിയും രസമുള്ള ഒരു സാധനം മാക്സിമം ട്രൈ ചെയ്ത, പക്ഷെ അത് വന്നില്ല. അതാണ് അത് ആ കളർ അതാണ് കിട്ടാതെ പോയത്. അത് അവരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇച്ചിരി സങ്കടം തന്നെയായിരുന്നു അല്ലേ ശരിക്കും. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ അടുത്ത പടത്തിന് നമുക്ക് സെറ്റാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് തലേദിവസം രാവിലത്തേക്ക് കിട്ടുമെന്ന്, അതൊരു രക്ഷയില്ല.
കാരണം ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല. ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. സമീരം ശ്രമിച്ചു, സമീറും ഭയങ്കര ബാംഗ്ലൂർ അവിടുന്നൊക്കെ വിളിച്ച് ഞാനിപ്പോ വരുന്ന സമയം ഞാൻ വേറെ ആരെങ്കിലും അടുത്തും പറയാം, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കിട്ടിയില്ല. പക്ഷെ നൈസൊരു സെലിബ്രേറ്റ് ആട്ടോ ആ തൊപ്പി മറ്റേ തിരിഞ്ഞിരിക്കുന്ന സംഭവം. ശരിക്കും പെട്ടെന്ന് അവരെന്താന്ന് അതിന് തോന്നിപ്പിക്കാൻ അതേ എളുപ്പം. ഇങ്ങനെ തലതാത്തി കുറച്ച് ഇരുട്ടത്തുനിന്ന് വരുന്ന കെയർലെസ് ഒരു മിസ്റ്റീരിയസ് ഒരു അത് കറക്റ്റ് ക്യാരക്ടറിന്റെ അതേ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, നമുക്ക് ക്യാരക്ടറിന്റെ മറ്റേ ഡയലോഗ്സിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒന്നും പറയാതെ തന്നെ വൈബ് പക്കയായിട്ട് കിട്ടും, കാണുമ്പോ തന്നെ കിട്ടും. ഗായത്രിക്ക് ഒന്നും ചോദിക്കാനല്ലേ? ഞാൻ മറ്റേ റിലാക്സ്ഡ് ആയിട്ട് നല്ല രസമുണ്ടല്ലോ കേട്ടോണ്ട്. ഞാനല്ല അല്ല ശരിക്കും ഫൗണ്ട് ഫുട്ടേജ് എന്നുള്ള ഒരു ഐഡിയ വന്നത് ശരിക്കും സൈജുവിന്റെ ഒരു ബ്രെയിനിലാണല്ലോ ഈ സിനിമയെ കുറിച്ച്. അതെന്തെങ്കിലും എന്തിൽ നിന്നെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ അതോ? ശരിക്കും ചേച്ചി ഒരു എനിക്ക് ശരിക്കും പറഞ്ഞത് അറിയത്തില്ലേ ഇത്. മീൻസ് ഞാൻ എഡിറ്ററാണ്. അപ്പം പുറത്തിറങ്ങി ഇത് ഷൂട്ട് ചെയ്യാൻ ഞാൻ സെറ്റിൽ പോലും പോകാറില്ല. ചേച്ചിക്കല്ല, റാണി പത്മിനിയുടെ സമയത്ത് ചേച്ചി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ സെറ്റിലൊന്നും വെച്ച് കണ്ടിട്ട് പോലില്ല, റൂമിൽ തന്നെ ഇരിക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ് അവിടെ പോയി നിൽക്കാനൊക്കെ. അപ്പോൾ ഞാനപ്പോൾ ഏറ്റവും ചെറുതായിട്ട് ആലോചിച്ച് തുടങ്ങിയത് ശരിക്കും ഒരു മൊബൈലിൽ ആരും അറിയാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ. ഈ സിനിമ അങ്ങനെയും ചെയ്യാൻ പറ്റും. അതിന് പറ്റിയത് ഏറ്റവും എളുപ്പം ഫൗണ്ട് ഫുട്ടേജ് ആണ്. പിന്നെ ഒരു കാര്യം, ഒരു പുതുമയുള്ളൊരു എന്താണ് ഒരു പുതുമയുള്ളൊരു സിനിമയും കൂടെ ആയിരിക്കണം. കുറച്ച് വ്യത്യാസം വേണം, എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണ്ട. ഇത്രയും കാര്യങ്ങളൊന്നും അല്ല സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേക്കുമാണ് കുറച്ചും കൂടി എന്താണ് മൊബൈലിൽ വേണ്ട, കുറച്ചും കൂടി നല്ല ക്യാമറയിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഉണ്ടായി വന്നത്. ഞാനത് എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കും. അത് ഷെബുവിൻ്റെ അടുത്താണ് ചോദിക്കുമ്പോൾ സൈജുവിൻ്റെ ആണ് ഈ ഐഡിയ എന്നുള്ളത് എല്ലാ ഇന്റർവ്യൂസിലും കേട്ടിട്ടുണ്ട്. പക്ഷെ സൈജുവിന് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു. നമുക്ക് ആരും ഡീൽ ചെയ്യാതൊരു സാധനം ഷൂട്ട് ചെയ്യണം. അതാ എനിക്ക് ഈ കുറെ ആളുകളും ഇല്ലാതെ എനിക്കത് പറ്റത്തില്ല. ഞാൻ വിചാരിച്ചോണ്ടിരിക്കണം എനിക്ക് എന്തായാലും പറ്റത്തില്ല. പക്ഷെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ ചെയ്യാലോ. കുറച്ചു പേരൊക്കെ ആയിട്ട് ആരും അറിയാണ്ട് പെർമിഷൻ ഒന്നും എടുക്കാണ്ട് അങ്ങനെയൊക്കെ ചെയ്യാലോ. അതാണ് വിനീഷ് ആസ് എ പ്രൊഡ്യൂസർ ഏറ്റവും എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിലേക്ക്. സൈജു പിന്നെ ഷെബു ഇങ്ങനെയൊക്കെ ഞാൻ സൈജു ഷെബു അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വലിയ സാധനം പറയുന്നുണ്ട് ആഫ്റ്റർ. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇത് ഞങ്ങൾക്ക് ഇത് നരേറ്റ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വായിച്ചാൽ മനസ്സിലാവാൻ ചെയ്യും. നിങ്ങൾക്കും ഞാൻ നരേറ്റ് ചെയ്തിട്ടില്ല, കഥ മാത്രം വെറുതെ പറഞ്ഞാൽ വായിക്കാൻ തരാം ഗായത്രിക്ക്. പക്ഷെ മനുഷ്യക്ക് നമുക്ക് എന്താ പറഞ്ഞല്ലോ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രമിച്ചിട്ടൊന്നും ഇത് വർക്ക് ചെയ്തില്ല. ഞങ്ങൾ പരസ്പരം പാളിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ബോയുടെ ആ ക്യാമറ ചേച്ചി ക്ഷമ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ക്യാമറ ഞങ്ങള് ക്യാമറ പക്ഷെ നീല്ല ഡയറക്ടർ നീ പറ. പക്ഷെ എന്നാലും ഈ പറയുന്ന ഇപ്പൊ വിനീഷാണെങ്കിലും ചേച്ചിയാണെങ്കിലും എന്തോ കണ്ടിട്ട് ഞങ്ങളോട് കൂടി ഒന്നുമല്ല, കറക്റ്റ് കഥ മനസ്സിലായിട്ട് കഥ മനസ്സിലാവാൻ ഞങ്ങൾ ഉറപ്പായിരുന്നു ഒന്നും. അതല്ല നമ്മൾ സ്ക്രിപ്റ്റ് ആദ്യം ഇത് ശരിക്കുള്ള സ്ക്രിപ്റ്റ് അല്ല. സ്ക്രിപ്റ്റ് വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചു ചോദിച്ചല്ലോ ഇങ്ങനെയല്ല ഉദ്ദേശിക്കണേന്ന്. ഞാൻ കുറെ ഡൗട്ട്സ് ഒക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സമാധാനം ചെയ്ത് ഫുഡൊക്കെ കഴിച്ചതാണ്. അല്ല, ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്യാത്തൊരു സിനിമയാണല്ലോ. അപ്പൊ കുറേ ചോദ്യങ്ങൾ വരും. പിന്നെ ഈ ക്യാമറ എവിടെയാണ് അവിടെയാണ് അപ്പൊ അതെങ്ങനെ കിട്ടും, ഇങ്ങനെ ചോദ്യങ്ങൾ വരും. സൈജുവിന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ഓരോ ദിവസം വിളിച്ചിട്ട് അതെങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകും, ആ ലിഫ്റ്റിന്റെ അകത്ത് സീൻ അതേലിപ്പോ ഇത്ര ഫുൾ ഇതായിരിക്കില്ല, അപ്പൊ അതെങ്ങനെ ഷൂട്ട് ചെയ്യും. അത് ലിഫ്റ്റിന്റെ ഉള്ള സീൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഒരു ക്യാമറ ഒരു മിറർ ഉണ്ടാവും, അതെങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പൊ ക്യാമറ പറ്റില്ല, പക്ഷെ അതെങ്ങനെ ഷൂട്ട് ചെയ്യണത്. പിന്നെ മറ്റേ ഇപ്പൊ നമ്മുടെ ട്രെയിലറിൽ റിവീൽ ചെയ്യണല്ലേ, അപ്പൊ അത് ഷൂട്ട് ചെയ്യുമ്പോ ഇവർ കാണില്ലേ അതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ മഞ്ജുവരെ കാണിക്കുന്ന സീൻ ഉണ്ടല്ലോ, മഞ്ജുവനെ കാണിക്കുന്ന അതെങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യണത്. അങ്ങനെ കുറെ സാധനം ഉണ്ടാവും. അപ്പൊ ഇവരത് കാണില്ലേ, അപ്പൊ ഇവരെ കാണാതിരിക്കുമ്പോ പ്രേക്ഷകർക്ക് അതെങ്ങനെ മനസ്സിലാവും. കുറെ ഡൗട്ട്സ് സൈജു ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇയാൾ എന്തിനാണ് ഇത്ര. അല്ല, നമുക്ക് എല്ലാവർക്കും പുതുമയുള്ള ഒരു ഇടുന്ന എഫേർട്ട് പോലും ശരിക്കും നമുക്ക് എല്ലാവർക്കും പുതിയതായിരുന്നു അല്ലേ. ഇതിന്റെ പ്രോസസ്സ് തന്നെ എല്ലാവർക്കും പുതിയതായിരുന്നു. എല്ലാവർക്കും പുതിയൊരു അനുഭവം കൊടുക്കണം എന്നായിരുന്നു സൈജു ഉദ്ദേശിച്ചത്.
പ്രേക്ഷകർക്ക് എന്തായാലും കിട്ടുമായിരിക്കും. കിട്ടണമെന്നാണ്. എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടുതലാണ് എനിക്ക് പേടിയാവും. ഞാൻ പറയാ ഇവര് എന്നൊക്കെ പറഞ്ഞ ഉണ്ട് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ആർക്കാ പറയാമോ? ഷെബുവിന്. നമ്മളൊരു സംഭവമാണ്. ഒക്കെ അടിക്കുന്ന കാര്യത്തിൽ ഈ ടീമിൽ ആരും മോശമില്ല. പ്രസിഡന്റ് സ്വയം നമുക്ക് അത്ര ഉറപ്പുള്ളതല്ലേ നമ്മളത് ഇൻവോൾവ് ചെയ്യണത് അല്ലേ? അതെ, ഷെബു എന്നെ പറഞ്ഞതന്നെ കറക്റ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത സീൻ ഏതായിരുന്നു? അത് ഇവിടെ ഇരിക്കുന്ന ആരുമല്ല എനിക്ക്. ഞാനത് ഒരു ആർട്ടിസ്റ്റിനെ പറഞ്ഞ കുറേ എടുത്തായിരുന്നു. ഒരു ദിവസം എടുത്തിട്ട് തീരാനായിട്ട് പിറ്റേ ദിവസം. പക്ഷെ ഏറ്റവും ലോങ്സ്റ്റ് ഷോർട്ട് ആയിരുന്നില്ലേ സിംഗിൾ ടേക്കിൽ നമ്മൾ തീർത്തത്? അത് നമ്മള് ചെന്ന് എനിക്ക് വന്നല്ലേ ഒറ്റടിക്ക് നമ്മളൊന്ന് പ്രാക്ടീസ് ഓർമ്മയില്ലേ? നമ്മൾ 3 പേരുള്ള ഒരു സാധനം, മറ്റേ പാർക്കിംഗ് ലോട്ടിലുള്ള ഒരു പരിപാടി. അത് നമ്മൾ നല്ല പണി കിട്ടുമെന്ന് വിചാരിച്ചൊരു സീനായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തു നിന്നും അതിന്റെ കോർഡിനേഷൻ അവിടെ വരണായിരുന്നു. എവിടെയും ആർക്കും നിൽക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എവിടെ നിന്ന് ആർക്കും ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും അതെ അതെ correct ആയിട്ട് കിട്ടുക. അപ്പോൾ August 2 ഫുട്ടേജ് സിനിമ തിയേറ്റേഴ്സിൽ എത്തുകയാണ്. പുതിയ ഒരു എക്സ്പെരിമെൻ്റൽ എഫേർട്ടൊക്കെയാണ്. പുതിയ തരത്തിലുള്ളൊരു സിനിമയാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള 100% ആഗ്രഹമുണ്ട്. ഇത് 18+ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഉള്ളൊരു സിനിമയാണ്. സോ അങ്ങനെ റെസ്പോൺസിബിളായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, ആസ്വദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഓണസ്റ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.